ടാക്സ് ഡ്രൈവറുമായി സർക്കാർ. സംസ്ഥാനത്ത് ടാക്സ് ഡ്രൈവ് നടത്തും. ജനങ്ങളുടെ മേൽ നികുതി ഭാരം വർദ്ധിപ്പിക്കാതെയും GST സംവിധാനം പുനഃസംഘടിപ്പിച്ചും നികുതി വരുമാനം വർദ്ധിപ്പിക്കും. നികുതി വെട്ടിപ്പുകാരോട് നോ കോംപ്രമൈസ്. നിയമാനുസൃതം നികുതി അടക്കുന്നവർക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഞങ്ങൾ ശ്രദ്ധയോടെ എല്ലാ കാര്യവും ചെയ്യും. കേരള താൽപര്യത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യില്ല. ബജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ 3 മാസത്തിനുള്ളിൽ നടപ്പാക്കാൻ തുടങ്ങും. തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പിൻവലിക്കും. അതിനെ യു-ടേൺ എന്നോ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നികുതി വെട്ടിപ്പ് സംസ്ഥാനത്ത് വ്യാപകമാണ്. അത് തടയും. സാമ്പത്തികാവസ്ഥയിൽ 2 വഴിയാണ് മുന്നിലുള്ളത്. ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തും. ആ വണ്ടി എവിടെയും ഇടിച്ചു നിൽക്കാതെ അനായാസം യാത്ര ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ് ബജറ്റ്. 40 ലക്ഷത്തിനും 50 ലക്ഷത്തിനുമിടയിൽ ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. മദ്യപിക്കുന്ന പണം മാത്രമാണ് സർക്കാരിലേക്ക് വരുന്നത്. പണം കിട്ടിയാൽ ഉടനെ അവർ ഗൂഗിൾ പേയിൽ പൈസ അയക്കുകയാണ്. നമ്മുടെ സമ്പത്തിന്റെ അടിത്തറയാണ് എന്നുവെച്ച് അവരെ പറഞ്ഞുവിടാൻ കഴിയുമോ? ഈ സർക്കാർ അത് വിശദമായി പഠിക്കും. പരമാവധി നിക്ഷേപം കൊണ്ടുവരിക എന്നതാണ് രക്ഷപ്പെടാനുള്ള മാർഗം. ലൈഫ് ഭവന പദ്ധതിക്ക് പണം നീക്കി വെച്ചിട്ടുണ്ട്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് പ്രത്യേക ഭവന പദ്ധതി ആവിഷ്കരിച്ചത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. അവർക്ക് ഒറ്റ പദ്ധതിയാകുമ്പോൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. അത് മാറ്റുമെന്ന് ഞങ്ങളുടെ വാഗ്ദാനമാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതോടൊപ്പം LDF സർക്കാർ കേരളത്തിലെ 35നും 60നും ഇടയിൽ പ്രായമുള്ള 30 ലക്ഷത്തിലധികം സ്ത്രീകൾക്കായി നടപ്പിലാക്കിയ സ്ത്രീ സുരക്ഷാ പദ്ധതി UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അട്ടിമറിക്കപ്പെടുന്നുവെന്ന് സംശയിക്കുന്നെന്ന് മുൻ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. സ്ത്രീ സുരക്ഷാ പദ്ധതി സംബന്ധിച്ച് മുഖ്യമന്ത്രി VT സതീശൻ നടത്തുന്ന പരാമർശങ്ങൾ അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതുമാണ്. രാജ്യത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഒരു സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള പരിശ്രമമാണോ ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.